പിന്നെ റൈസ് ആണെങ്കിലും 10 കിലോയുടെ റൈസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ 799 ആണ്. നല്ല അഫോർഡബിൾ പ്രൈസിൽ നമ്മുടെ നാട്ടിലെ എല്ലാ ടൈപ്പ് ഓഫ് സ്നാക്സും ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, അബീസ് വീക്കിയുടെ പുതിയ വീഡിയോയിലുണ്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ മാഞ്ചസ്റ്ററിന്റെ മണ്ണിൽ, അതായത് ഈ സാൽഫോർഡ് M30 ഒരു മലയാളി ഒരു പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ സ്റ്റേഷനറി ഷോപ്പ്. അതിൽ നമുക്ക് മീറ്റ് ഉണ്ട്, ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഉണ്ട്, റൈസ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, അതും നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ ആ കട നമുക്കൊന്ന് കണ്ടാലോ. പിന്നെ റൈസ് ആണെങ്കിലും 10 കിലോയുടെ റൈസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ 799 ആണ്. നല്ല അഫോർഡബിൾ പ്രൈസിൽ നമ്മുടെ നാട്ടിലെ എല്ലാ ടൈപ്പ് ഓഫ് സ്നാക്സും ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കട, സ്പീഡ് ഇന്ത്യൻ ഗ്രോസറി. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ അകത്തോട്ടൊന്ന് പോയാലോ. ബാ, 10 കിലോ അരിക്ക് 799. അത് ഇവർക്കൂടെ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് ഞാനൊരു കണ്ട കാര്യങ്ങളാണ്. പിന്നെ അരികളാണെങ്കിൽ ഒറ്റൊരു ബ്രാൻഡിൻ്റെ അല്ല, പല വെറൈറ്റീസ് ഓഫ് അരികളുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കോട്ടക്കലുണ്ട്, മയിലുണ്ട്, അജ്മിയുണ്ട്, പിന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം അരിയുടെ 5ൻ്റെയും 10ൻ്റെയും കിലോ ആണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ സ്നാക്സിൻ്റെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിലും പല കമ്പനിക്കാരുടെ സ്നാക്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലെ കടല, ശർക്കര വരട്ടി, പിന്നെ നുറുക്ക്, പിന്നെ കൊള്ളിക്കപ്പ, പിന്നെ നമ്മുടെ ചക്ക വറുത്തത്, നുറുക്ക്, മിച്ചറാണെങ്കിലും പല കമ്പനിയുടെ ഉണ്ട്. ഇപ്പം മയിലിൻ്റെ ഉണ്ട്, അജ്മിയുടെ ഉണ്ട്, പുണ്യാളൻസിൻ്റെ ഉണ്ട്, അങ്ങനെ പല കമ്പനി ഉണ്ട് കേട്ടോ. ഞാൻ കൈ കിട്ടിയത് മാത്രം ഒന്ന് എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. അവില് തന്നെ 2 ഉണ്ട് കേട്ടോ. ഒന്ന് ഗോതമ്പവിലും പിന്നെ അരിയുടെ അവിലും, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഇത് അച്ചാറിൻ്റെ സെക്ഷൻ നോക്കുവാണെങ്കിലും മറിയാസിൻ്റെ ഉണ്ട്, പിക്കിൾ പോട്ട് ഉണ്ട്, പിന്നെ മയിലുണ്ട്, പെരിയാറുണ്ട്, ബ്രാഹ്മിൻസ് ഉണ്ട്, അങ്ങനെ എല്ലാം ടൈപ്സ് ഉണ്ട്. പിന്നെ ബൂസ്റ്റ്, പാർലേജി, നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന എല്ലാ ഐറ്റംസും ഇവിടെ നമുക്ക് കിട്ടും. അച്ചപ്പം, പിന്നെ നമ്മുടെ ഗീ, അജ്മിയുടെ കോക്കനട്ട് ഓയിൽ, പിന്നെ നമ്മുടെ ഗാർലിക്, ജിഞ്ചർ പേസ്റ്റുകൾ, പിന്നെ ബ്രാഹ്മിൻസിൻ്റെ 1 ലിറ്ററിൻ്റെ കോക്കനട്ട്, പിന്നെ നമ്മുടെ AVTയുടെ തേയിലപ്പൊടി, അങ്ങനെ പിന്നെ പാലട പായസം വെക്കാനുള്ള ഐറ്റംസ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാം വീഡിയോ കാണാതെ. പിന്നെ നമ്മുടെ ശർക്കര, നമ്മൾ ഇപ്പം പയറുവർഗ്ഗങ്ങളുടെ സെക്ഷനാണ് നോക്കുന്നത്. ഇവിടെ നമുക്ക് വൻപയറുണ്ട്, ചെറുപയറുണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, ഉഴുന്നുണ്ട്, വറ്റൽമുളകുണ്ട്, കടലപ്പയറുണ്ട്, ഉഴുന്നുണ്ട്, ചെറുപയറുണ്ട്. പിന്നെ പുളികളുടെ സെക്ഷനാണ്. നമ്മുടെ പിഴുപുളിയുണ്ട്, തോട്ടുപുളിയുണ്ട്, വാളംപുളിയുണ്ട്, എല്ലാ തരത്തിലുള്ള പുളികളും ഉണ്ട്. മല്ലിയുണ്ട്, കുരുമുളകുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അജ്മിയുടെ പലതരത്തിലുള്ള ഇവിടെ തന്നെ കൈമാ റൈസുകളുണ്ട്. പിന്നെ താഴെ പച്ചരി ഉണ്ട്, അരിയും, പിന്നെ നമ്മുടെ കഞ്ഞിക്കുള്ള കുത്തരിക്കഞ്ഞിക്കുള്ള അരിയും, പനങ്കൽക്കണ്ടുണ്ട്. പിന്നെ നമ്മുടെ 4 മണി പലഹാരം നമ്മൾ UK വരുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ. അതെല്ലാം ഇവിടെ ഉണ്ട്. അതും പല പല കമ്പനീസിൻ്റെ ഉണ്ട്. ഇപ്പം നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് പരിപ്പോടയുണ്ട്, കട്ട്ലേറ്റ് ഉണ്ട്, കോഴിക്കട്ടയുണ്ട്, പിന്നെ പരിപ്പോട്ട വേറെ കമ്പനിയുടെ ഉണ്ട്, പിന്നെ കുമ്പളപ്പം ഉണ്ട്, പിന്നെ പഴംപൊരി ഉണ്ട്, പിന്നെ ഇഡ്ഡലി ഉണ്ട്, പിന്നെ പഴം നിറച്ചതുണ്ട്, അങ്ങനെയുള്ള പല സാധനങ്ങളുണ്ട്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാവണവരാണെങ്കിൽ ഇവിടെ നല്ല പുട്ടും കടലക്കറിയുണ്ട്. പിന്നെ അതുപോലെ പൊറോട്ട, ചപ്പാത്തി, അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. ഈ ഫ്രിഡ്ജിനകത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റം ഉണ്ട്. നല്ല ഇഡ്ഡലിക്കാണെങ്കിലും നമ്മൾ ചൂടാക്കുവാണെങ്കിൽ നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ എല്ലാ തരം മസാലകളും അവൈലബിൾ ആണ്. കുരുമുളക് പൊടിച്ചത്, സാമ്പാർ പൊടി, ഗരം മസാല, ചിക്കൻ ഫ്രൈ, പിന്നെ എന്തുണ്ടാക്കണമെങ്കിലും അതിനുള്ള എല്ലാ കൂട്ട് സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. കാര്യം പറഞ്ഞാൽ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഇത് കണ്ടോ, കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വട്ടം മേടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് മാത്രം ഇട്ടാൽ മതി, അപ്പോൾ കടലക്കറി സെറ്റായിട്ട് കിട്ടും. നമുക്ക് വേറൊന്നും ഓരോന്നോരോന്ന് പിറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ രസത്തിൻ്റെ പൊടിയാണെങ്കിലും സാമ്പാറും മുട്ടക്കറി ഉണ്ടാക്കാനായിട്ടുള്ള പൊടി, പനീർ ബട്ടർ മസാല, അതൊക്കെ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യം തന്നെ. പിന്നെ എല്ലാത്തരം ഇപ്പം നമ്മൾ പറയുന്ന പോലെ എല്ലാം ഇവിടെ യൂസ് ചെയ്യേണ്ട എല്ലാത്തരം മസാലകളും, ചിക്കൻ ഫ്രൈക്കുള്ള മസാല, കുരുമുളക് ഇട്ട ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല, ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി, സംഭവം സെറ്റായിട്ട് കിട്ടുമെന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ ഈസ്റ്റേൺ ഡേ ആണ്, അപ്പോൾ സമാധാനത്തിൽ മേടിക്കുകയും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ അതിശയപ്പെട്ട് പോയതും ആയിട്ടൊരു സാധനമാണ് ഇത്. ഓണം സത്യം പറഞ്ഞാൽ കഴിഞ്ഞു പോയി. നമ്മൾ വന്ന സമയത്തൊക്കെ ഒരു കടയിൽ നിന്ന് ഇതുപോലെയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് സ്വർഗ്ഗമായിരുന്നു. ഇപ്പോൾ കാര്യം പറഞ്ഞാൽ പല കടകളിലും കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു വെറൈറ്റി സാധനം ഞാൻ ഇവിടെ വന്നിട്ടാണ് കണ്ടത്. കാര്യം പറഞ്ഞാൽ ചുരിദാർ സെറ്റല്ല, ചുരിദാറാണ്. ചുരിദാറിൻ്റെ ടോപ്പ്, അത് ഓണം പ്രമാണിച്ച് അതിൻ്റേതായ രീതിയിൽ കസവിൻ്റെ ടോപ്പ് വിത്ത് ബീഡ് വർക്കൊക്കെ ഉണ്ട്, 3/4 കയ്യുമൊക്കെ ആയിട്ട്. ഓണം കഴിഞ്ഞു പോയി, ഇല്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ ഒരെണ്ണം എടുത്തേനെ. ഞാൻ കുറേ നേരമായിട്ട് ഇതിൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പിന്നെ പിള്ളേരുടെ പട്ടുപാവാട, സാരി, പിന്നെ സത്യം പറഞ്ഞത് ആണുങ്ങൾ, നിങ്ങൾക്ക് ഈ ആണുങ്ങളുടെ ഷർട്ടില്ലേ, നല്ല നാട്ടിലൊക്കെ കിട്ടുന്ന, ഇപ്പോൾ സീറോയുടെ ഒക്കെ കമ്പനിയുടെ പോലത്തെ നല്ല ഫോർമലായിട്ട് ഇടാൻ പറ്റുന്ന കുറേ ഷർട്ടുകളും, അതുപോലെ തന്നെ നൈറ്റി,
ഇവിടെ നമ്മൾ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ ചിലർക്ക് നൈറ്റ് ഇടണമെന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. അതുപോലത്തെ കുറേ നൈറ്റീസും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ പച്ചക്കറിയുടെ സെക്ഷൻ നോക്കുവാണെങ്കിൽ എല്ലാ ബുധനാഴ്ചയും ഇവർക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് വരും കേട്ടോ. വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. നല്ല ഇഞ്ചിയുണ്ട്, പിന്നെ പച്ചക്കായ ഉണ്ട്, കുമ്പളങ്ങ ഉണ്ട്, സവാളയുണ്ട്, പിന്നെ മാങ്ങയുണ്ട്, കോവയ്ക്ക, പാവയ്ക്ക, പിന്നെ അതേ പയറ്, പിന്നെ ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ നമ്മുടെ നാട്ടിലെ മുരിങ്ങാക്കോല്, ഓക്കെ, പിന്നെ മുരിങ്ങാക്കോലിൻ്റെ ഇല, ചീരയില, പിന്നെ അതുപോലെ തന്നെ ചുമന്ന ചീരയില, പിന്നെ നമ്മുടെ നാട്ടിലെ പേരയ്ക്ക, പിന്നെ കരിയാപ്പില, ഓക്കെ, പിന്നെ നെല്ലിക്ക, അങ്ങനെയുള്ള, പിന്നെ നല്ല കണ്ണിമാങ്ങ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും ചോദിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വാഴയില, സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഓണത്തിൻ്റെ സമയത്ത് മാത്രമാണ് കടകളിൽ വാഴയില കാണുള്ളൂ. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ വന്നപ്പോൾ അത് വാഴയിലയുടെ ഒരു പുത്തൻ ബോക്സ്, അതിപ്പോൾ എനിക്കിത് കാണിക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പുത്തൻ ബോക്സ് പറഞ്ഞാൽ മതി. അതുപോലെ നിങ്ങൾക്ക് ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ വിളിച്ചു പറഞ്ഞാൽ മതി. പിന്നെ ഈ കടയുടെ വേറൊരു പ്രത്യേകത, ഇതിപ്പോൾ സാൽഫോർഡ് മാഞ്ചസ്റ്ററിലാണ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇവർക്കൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ ആ ആപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ നിങ്ങൾ 35 പൗണ്ടിന് മേളിൽ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മീറ്റ്, നല്ല പച്ച മീനുണ്ട് കേട്ടോ. അയല, മത്തി, ചൂര, ചാള, പിന്നെ നെയ്മീൻ, അങ്ങനെയുള്ള എല്ലാ ടൈപ്സ് ഓഫ് മീനുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതെല്ലാം ഇത് ഫ്രോസൺ അല്ലാണ്ട് കേട്ടോ, ഇത് ക്ലീൻ ചെയ്തിട്ട് എയർ ടൈറ്റ് ചെയ്ത് വെച്ചേക്കണെയാണ്. ഓക്കെ, ഇതെല്ലാം എയർ ടൈറ്റ് എടുത്ത് വെച്ചേക്കണെയാണ്. അതുപോലെ തന്നെ മീറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല ബീഫുണ്ട്, പിന്നെ ബോൺലെസ് ബീഫുണ്ട്, അല്ലാത്ത ബീഫുണ്ട്, പിന്നെ ബ്രിസ്ക്കറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ മിൻസ്ഡ് മട്ടൺ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ, അത് ഇവിടെ ഇരിക്കുകയാണ്. കാര്യം അത് ഫ്രഷാണ്. ഇത് നമ്മുടെ നാട്ടിലെ പോത്താട്ടോ, ഇത് ബഫല്ലോ, നമ്മുടെ നാട്ടിലെ പോത്താണിത്. ഓക്കെ, പിന്നെ പൊറോട്ടാസ് ആണെങ്കിലും പല ടൈപ്പ് ഓഫ് പൊറോട്ടാസ് അവൈലബിൾ ആണ്. നമുക്ക് മലബാറിൻ്റെ പൊറോട്ട അവൈലബിൾ ആണ്, പിന്നെ ജാക്മിയുടെ പൊറോട്ട അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഭൂരി അവൈലബിൾ ആണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ സ്നാക്സും ഉണ്ട്. ഗ്രേറ്റഡ് കോക്കനട്ട്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ പ്രൈസ് നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഒന്നിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടില്ല, ഈ ആപ്ലിക്കേഷനിലാണെങ്കിലും പ്രൈസ് അവൈലബിൾ ആണ്. ക്രിസ്മസിന് എലൈറ്റ് ഇല്ലാതെ എന്താ ആഘോഷം അല്ലേ? അപ്പം നമ്മുടെ എലൈറ്റിൻ്റെ കേക്കും അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീ ബുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇതൊരു മലയാളിയുടെ ചെറിയൊരു സംരംഭമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വിജയിക്കുക. നിങ്ങൾ സമയമുള്ളപ്പോൾ സാൽഫോർഡ് M30, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ പോസ്റ്റ് കോഡും കാര്യങ്ങളും എല്ലാം ഇട്ടേക്കാം. അപ്പോൾ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ.